മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. വലിയങ്ങാടിയിലെ അപകടം വരുത്തിവെച്ച വിനയാണ്. കെട്ടിടം അപകടാവസ്ഥയിലെന്ന് നേരത്തെ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ 2024 റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും കടമുറികൾ ലേലയോഗ്യമല്ല എന്നും ആ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പരാമർശമുണ്ട്. എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് പരിശോധിക്കാം. മുഹമ്മദ് ഷഹീദ് ഒപ്പം രാഹുൽ ഖേവിയും തത്സമയം ചേരുകയാണ് കോഴിക്കോട് നിന്നും. ഇരുവരോടും ഷഹീദ്, എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ 2024 ആ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ? ഒന്ന്, കോർപ്പറേഷൻ മേയറും കോർപ്പറേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിയും തമ്മിലുള്ള വാക്കുകളിലെ അന്തരം, വൈരുദ്ധ്യം നമ്മൾ ഇന്നലെ ദിവസം ചൂണ്ടിക്കാട്ടി. ഒരു സിസ്റ്റത്തിന്റെ ഇരയാണോ എന്ന രീതിയിലായിരുന്നു നമ്മളുടെ ചോദ്യങ്ങൾ. ഇന്നത് ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? എന്താണ് ഈ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ? പ്രതീക്ഷ 2024 ഒക്ടോബർ 30 കോഴിക്കോട് കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ആ കെട്ടിടം പോയി പരിശോധിച്ച് നൽകിയ റിപ്പോർട്ടാണ് കോർപ്പറേഷൻ അധികൃതർക്ക് കോർപ്പറേഷൻ ധനകാര്യ സെക്രട്ടറി ഒപ്പം തന്നെ റവന്യൂ വിഭാഗം, ഈ രണ്ട് വിഭാഗത്തിനുമാണ് ഈ റിപ്പോർട്ട് നൽകിയത്. അതായത് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ കെട്ടിടം, ഈ പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം, അതായത് ഇന്നലെ തകർന്നു വീണ കെട്ടിടം അപകടാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ലേല നടപടികൾ നിർത്തിവെക്കണം, ലേല നടപടികൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ധനകാര്യ വകുപ്പിനും റവന്യൂ വകുപ്പിനും റിപ്പോർട്ട് നൽകി. സ്വാഭാവികമായും ഇതിന്റെ കെട്ടിടത്തിന്റെ ഇടപാടുകൾ, അത് റെന്റിന് നൽകുന്നത് അല്ലെങ്കിൽ അത്തരം നടപടികളൊക്കെ നൽകേണ്ടത് റവന്യൂ വിഭാഗവും ധനകാര്യ വിഭാഗവും ഒക്കെയാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു റിപ്പോർട്ട് വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ റവന്യൂ വിഭാഗത്തിൽ നിന്ന് ധനകാര്യ വിഭാഗം കോർപ്പറേഷനിലേക്ക് ഒരു അജണ്ട തയ്യാറാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് സംബന്ധിച്ച്. പക്ഷേ പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. കോർപ്പറേഷൻ മേയർ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം കോർപ്പറേഷൻ കൗൺസിൽ എടുത്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് മാത്രം മതിയോ എന്നുള്ളതാണ്. ഒപ്പം തന്നെ മേയർ പറയുന്നത് ഇത് അൺഫിറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നും കൂടിയാണ്. പക്ഷേ അത് മാത്രം മതിയോ? ഇങ്ങനെ അപകടാവസ്ഥയിലാണ് 2024 കണ്ടെത്തിയ കെട്ടിടം അടിയന്തര പ്രാധാന്യത്തോടുകൂടി അവിടെയുള്ള കടകൾ ഒഴിപ്പിച്ച് അവിടെ കെട്ടിടം അവിടെ പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അത് ആ രീതിയിൽ ഇടപെടൽ നടത്തുകയോ ചെയ്യേണ്ടതല്ല ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. എന്റെ കൂടെ ഇപ്പോൾ രാഹുൽ ഖേവി. അല്പസമയം മുമ്പാണ് കോഴിക്കോട് മേയർ സദാശിവൻ വാർത്താസമ്മേളനം നടത്തി ചില കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം പറയുന്നത് ഇത് അൺഫിറ്റ് കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഇത് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും. അതായത് കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ പരിശോധന 2022 അപ്പോൾ കോർപ്പറേഷൻ പരിധിയിൽ 16 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ഈ പഴയ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം. അതായത് 2022 തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷം പിന്നിട്ടു. പക്ഷേ ഇത് അൺഫിറ്റ് എന്ന കാറ്റഗറിയിലേക്ക് പോയിട്ടില്ല, പെടുത്തിയിട്ടില്ല എന്നാണ് കോർപ്പറേഷൻ വിശദീകരിക്കുന്നത്. എല്ലാം സാങ്കേതികമായ കാര്യങ്ങളാണ്. അതായത് അപകടാവസ്ഥയിൽ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അപകടാവസ്ഥയിൽ കണ്ടെത്തിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അൺഫിറ്റ് എന്നുള്ള കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ട് കോർപ്പറേഷൻ ആണല്ലോ, പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളത് അല്ല. അതായത് കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്, അവിടെ അപകടാവസ്ഥയുണ്ട്, പക്ഷേ അൺഫിറ്റ് അല്ല. പുതിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല, അവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഒഴിവാക്കേണ്ടതില്ല, അവർക്ക് മാത്രം ലൈസൻസ് പുതുക്കി നൽകാം എന്നൊരു തീരുമാനമാണ്. അൺഫിറ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്താത്തത് കൊണ്ട് കോർപ്പറേഷൻ എന്തുകൊണ്ട് അൺഫിറ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയില്ല എന്നുള്ളതാണല്ലോ ചോദ്യം വരുന്നത്. അത് അതിനുവേണ്ടിയുള്ള വീണ്ടും പരിശോധന നടത്തണം എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെ. എന്നിട്ട് അത് അൺഫിറ്റ് ആണോ, അതായത് അടിയന്തരമായി പൊളിച്ചു നീക്കണം എന്നുള്ള കെട്ടിടമാണോ എന്ന് കോർപ്പറേഷൻ തന്നെയാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് വരേണ്ടത്. പക്ഷേ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് അവിടെ ഏതൊക്കെ വ്യാപാരികളാണ് ഉള്ളത് അവർക്ക് മാത്രം ലൈസൻസ് പുതുക്കി നൽകുന്നു. ഈ റിപ്പോർട്ട്, നമ്മൾ ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട്, അതിന്റെ ആധാരമായി കോർപ്പറേഷൻ പറയുന്നത് ഒരു പുതിയൊരു വ്യാപാരി ഈ കെട്ടിടത്തിൽ ഒരു സ്ഥാപനം ആരംഭിക്കാൻ ലൈസൻസ് വേണമെന്ന് കോർപ്പറേഷനെ ആവശ്യപ്പെട്ട് സമീപിച്ചു. ആ സമയത്ത് കോർപ്പറേഷൻ പറയുകയാണ് പുതിയതായി ആർക്കും ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ അനുവദിക്കാൻ കഴിയില്ല, ഈ കെട്ടിട അപകടാവസ്ഥയിലാണ് എന്ന്. പക്ഷേ പഴയ ആളുകൾക്ക് അവിടെ തുടരാം. പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോർപ്പറേഷൻ പറയുമ്പോൾ രസകരമായി, കൗതുകകരമായി, വിചിത്രമായൊക്കെ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഈ കെട്ടിടം പൊളിച്ചു നീക്കാൻ വേണ്ടി DPR നടപടികളിലേക്ക് പോയി. അതായത് ഇവിടെ ഒരു സ്പൈസസ് ടവർ, അതായത് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ അതിന്റെ വിപണനം നടത്തുന്ന ഒരു ടവർ നിർമ്മിക്കാനായിരുന്നു കോർപ്പറേഷന്റെ പദ്ധതി എന്ന് പറയുന്നത്. അതിന് DPR തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി താല്പര്യപത്രം പുറത്ത് കമ്പനികളിൽ നിന്ന് ക്ഷണിച്ചു. ഇപ്പോൾ 2 കമ്പനികൾ DPR തയ്യാറാക്കി അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല കോർപ്പറേഷൻ. DPR നടപടികളിലേക്ക് പോയത് കൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടക്കില്ല. അതായത് ഒരു കെട്ടിടത്തിന്റെ ഭാഗം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നിങ്ങൾ രണ്ടുപേരും പങ്കുവയ്ക്കുന്നത്. നമുക്ക് ചെറിയ ഇടപെടേണ്ട ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളും അതിന്റെ ഈ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ നേരത്തെ വന്നിരുന്നു എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെടുമ്പോൾ അത് സിസ്റ്റത്തിന് തന്നെ ഇരകളായി അവർ മാറുന്നുണ്ടോ എന്ന സംശയം നമുക്ക് സ്വാഭാവികമായും ബലപ്പെടുകയാണ്.